എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡിന്നർ വിഭവങ്ങളാണ്. അപ്പോൾ ഡിന്നർ വിഭവങ്ങളിൽ ഞാൻ ഓരോ വിഭവങ്ങളായിട്ട് പറയാം. ഇത് നമ്മുടെ തൃശ്ശൂർ പാഡി ഫാർമേഴ്സ് അസോസിയേഷൻ്റെ സൂപ്പർ മാർക്കറ്റിൽ, നമ്മുടെ മുതുവറയിലുള്ള സൂപ്പർ മാർക്കറ്റ്. ഞാൻ അവർക്ക് പ്രൊമോഷൻ പറയുമെന്നല്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൈസ കൊടുത്ത് മേടിക്കുന്ന സംഭവമൊന്നുമില്ല. നല്ല സംഭവം കണ്ട കാരണം പറയണ്ട. അവിടെ വെളിച്ചെണ്ണയിൽ പോയി മേടിക്കാം, സ്റ്റീൽ പാത്രം കൊണ്ട് പോയി മേടിക്കാം. അപ്പോൾ നല്ല സംഭവം കണ്ട കാരണം പറയാൻ എന്താട്ടാ, നല്ല സംഭവങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ബീട്രൂട്ട് പപ്പടം നല്ല ടേസ്റ്റുള്ളൂ. പിന്നെ നമ്മുടെ മുട്ട ബുൾസൈ, പിന്നെ ബീട്രൂട്ട് ഉപ്പേരി, അച്ചാർ, RCMൻ്റെ അച്ചാർ. അപ്പോൾ കണ്ട നീ ഇതൊക്കെ എൻ്റെ ഡിന്നർ. നിങ്ങളുടെ ഡിന്നർ എന്താണെന്ന് നിങ്ങൾ മെൻഷൻ ചെയ്താൽ ആ ഡിന്നറായിട്ട് ഞാൻ അടുത്ത ദിവസം വരികയും ചെയ്യും, നിങ്ങളുടെയൊക്കെ പേര് പറയുകയും ചെയ്യും. എന്താ ഇങ്ങനൊരു ചലഞ്ച് എടുത്താലും നമുക്ക്. പിന്നെ ഇന്ന് എന്നോടൊരാൾ ചോദിച്ചേ, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, ഈ വിഭവങ്ങളൊന്നും വീഡിയോയിൽ കാണുന്ന വിഭവങ്ങളൊന്നും ഇതിലില്ലല്ലോ, കൈ കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്നൊന്നും. അപ്പോൾ കാലത്ത് അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ രാത്രി അധികം അത്താഴം ചുരുക്കണം എന്നാ പറയാം. എന്നാലും നമ്മൾ നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ മലയാളികളും എല്ലാവരും അങ്ങനെയാണ്, പ്രത്യേകിച്ച് ഗൾഫുകാർ. നല്ല പപ്പട, ആസ്വദിച്ച് കഴിക്കാം. എന്താ ടേസ്റ്റ്. ബീട്രൂട്ട് ഉപ്പേരി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എന്താ പറയുക, ജീവിതശൈലി രോഗങ്ങളെ ഒഴിവാക്കാൻ ബീട്രൂട്ട് നല്ലൊരു ഉപാധി കേട്ടോ. മാസത്തിൽ 2 പ്രാവശ്യം ബീട്രൂട്ട് കറി വെച്ച് കഴിക്കുക നല്ലതാണ്. ബുൾസൈ 2 ഭാഗം ഇതാക്കിയുണ്ട്, മറിച്ചിട്ട് വറുത്ത് ഫ്രൈ ചെയ്തുള്ളത് കാരണം എന്താ പറയുക, അതിൻ്റെ ഉണ്ണിയൊന്നും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ കുരുമുളകും ഉപ്പും അതൊക്കെ ഇട്ടതിൻ്റെ മിക്സ് ചെയ്തതിൻ്റെ ടേസ്റ്റ്. പപ്പടം അത് ഞാൻ അങ്ങനെ കടിച്ചിട്ട് പപ്പടത്തിന് വേറെ ടേസ്റ്റ് തന്നെയാണ്. ഇനി അച്ചാറില്ല, അച്ചാറ് ഇങ്ങനെ അപ്പം എൻ്റെ വിഭവങ്ങൾ, എൻ്റെ ഇന്നത്തെ ഡിന്നറൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളെ പുതിയ ഡിന്നറോ കാര്യങ്ങളൊക്കെ പറയും, നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്ത് നമുക്ക് ആ ഡിന്നർ ഒരു ദിവസം ചെയ്യാം. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ബൈ.